നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വിരമിച്ച ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സേവനം കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തി നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുമെന്ന് നിയുക്ത തൃശൂർ MLA രാജൻ ജെ പല്ലൻ. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് മെയ് 12 നഴ്സസ് ദിനത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ UNA സംഘടനയിൽ ഉൾപ്പെട്ട 1500 നഴ്സുമാരുടെ ഉപവാസ സമരം നടത്തി. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിയുക്ത ഒല്ലൂർ മണ്ഡലം MLA കെ രാജന് സ്വീകരണം നൽകി. യുദ്ധത്തിന്റെ മറവിൽ ഇന്ധനക്ഷാമം വരുത്തി വില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക എന്ന് സുന്ദരൻ കുന്നത്തുള്ളി. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി ദിനത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിലെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. വാർത്തകൾ വിശദമായി. വിരമിച്ച ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സേവനം കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തി നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുമെന്ന് നിയുക്ത തൃശൂർ MLA രാജൻ ജെ പല്ലൻ. ഫോർമർ ഗസറ്റഡ് ഓഫീസേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂർ മേയറായിരുന്ന സമയത്ത് ഉദ്യോഗസ്ഥരുടെ സേവനം ഏകോപിപ്പിച്ച് ദിവാൻജി മൂല റെയിൽവേ മേൽപ്പാലം, പട്ടാളം റോഡ് കുപ്പിക്കഴുത്ത് പുനരുദ്ധാരണം എന്നിവ നടപ്പിലാക്കിയതിൽ ചാരിതാർത്ഥ്യമുണ്ട്. കേന്ദ്ര പെൻഷൻ മൂല റോഡ് 2.8 മീറ്റർ വീതിയിൽ നിന്ന് 8 മീറ്ററായി വീതി കൂട്ടി ജനങ്ങൾക്ക് പ്രയോജനമാക്കിയ കാര്യവും വ്യക്തമാക്കി. ഇത്തരത്തിൽ ഇനിയും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് അറിയിച്ചു. FGOC തൃശൂർ ജില്ലാ പ്രസിഡന്റ് M മുർഷിദിന്റെ അധ്യക്ഷതയിൽ KGOU മുൻ സംസ്ഥാന ഭാരവാഹികളായ ഡോക്ടർ ജോസ് കുര്യൻ, VM മനോഹരൻ, KJ കുര്യാക്കോസ്, FGOC തൃശൂർ ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ സെൻ, ട്രഷറർ VK മണി, സുധാകരൻ മണപ്പാട്ട്, AN മനോജ് എന്നിവരും പ്രസംഗിച്ചു. എന്ന് പറയുന്നത് ഞാൻ മേയറായിരിക്കുമ്പോൾ തൃശ്ശൂർ പട്ടണത്തിൽ ഒരുപാട് ജംഗ്ഷൻ വികസനങ്ങൾ, MG റോഡ് വികസനം, ദിവാഞ്ചി മൂല മേൽപ്പാലം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എനിക്ക് ബോട്ടിലേക്ക് ഒഴിവാക്കല്, പട്ടണം റോഡ്, അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എനിക്ക് ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിച്ചത് അന്നത്തെ സെക്രട്ടറിയും അന്നത്തെ കളക്ടറും അന്നത്തെ ഉദ്യോഗസ്ഥരും എൻ്റെ ഒപ്പം ഉറച്ചു നിന്നതുകൊണ്ടാണ്. കൗൺസിലർമാരൊക്കെ ഇന്ത്യൻ പരമായിട്ട് അതല്ല ഉദ്യോഗസ്ഥരും പിന്തുണ ഉണ്ടായിരുന്നില്ല എങ്കിൽ, അന്നത്തെ കളക്ടർ MSDയുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മേയറായിരുന്നെങ്കിൽ പോലും നമുക്ക് വില നിശ്ചയിക്കാൻ അധികാരമില്ല. ഭൂമിയിൽ വില നിശ്ചയിക്കാൻ ആൾക്കാരില്ല, നെഗോഷിയേറ്റ് ചെയ്യാൻ ആൾക്കാരില്ല. കാരണം നമുക്ക് നടപടികൾ ആരംഭിക്കാം. അതൊക്കെ സമയബന്ധിതമായി നടക്കണം. അപ്പൊ നിയമത്തിന്റെ ചട്ടക്കൂട് നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജനപ്രിയ പദ്ധതികൾ തയ്യാറാക്കണമെങ്കിൽ ഗസറ്റ് ഓഫീസേഴ്സിന്റെ സഹായം നിർബന്ധമായിട്ട് വേണം. പലപ്പോഴും രാഷ്ട്രീയ ചേരികളൊക്കെ ഉദ്യോഗസ്ഥർ ഉണ്ടാവാറുണ്ട്. ഭരണ നേതൃത്വം ഒരു ഭാഗത്ത്, ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ വേറെ ഭാഗത്താണല്ലോ. ബുദ്ധിമുട്ടനുഭവിക്കുന്നത് ആരാ? ജനങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ ഒരു സഹായകരമായ നിലപാടെടുക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തെറ്റായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ജനപ്രതിനിധികൾക്ക് കഴിയുമെന്ന് വരില്ല. പക്ഷെ നിങ്ങൾക്ക് കഴിയും. ഗസറ്റ് ഉദ്യോഗസ്ഥന്മാരായ നിങ്ങൾക്ക് വിരമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഒരു സഹകാരിക്കുന്ന നിങ്ങളോടൊക്കെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന നിയമപരമല്ല, ഈ രീതിയിൽ പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ തീർച്ചയായും വിരമിച്ചുവെങ്കിൽ പോലും നിങ്ങൾ ഔദ്യോഗികമായി വിരമിച്ചെങ്കിലും ശരി, നിങ്ങൾ വിരമിക്കുകയല്ല ചെയ്യുന്നത്. കൂടുതൽ ഊർജ്ജസ്വലതയോടെ നാടിനു വേണ്ടി ചെയ്യാനുള്ള അവസരങ്ങളായി മാറ്റും. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് മെയ് 12 നഴ്സസ് ദിനത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ UNA സംഘടനയിൽ ഉൾപ്പെട്ട 1500 നഴ്സുമാരുടെ ഉപവാസ സമരം നടത്തി. കേരളത്തിലെ മറ്റ് ആശുപത്രി മാനേജ്മെന്റുകൾ നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ശമ്പളം വർദ്ധിപ്പിച്ചപ്പോൾ ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത ജൂബിലി മിഷൻ അമല ആശുപത്രി മാനേജ്മെന്റുകൾക്കെതിരെയാണ് വായ് മൂടിക്കെട്ടി പ്രതിഷേധ സമരവുമായി കളക്ട്രേറ്റിന് മുന്നിലെത്തിയത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നഴ്സുമാർ കരിദിനം ആചരിച്ചു. ഇന്ന് മെയ് 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനമാണ്. ഇന്ന് ഈ നഴ്സസ് ദിനത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ജൂബിലി മിഷൻ ആശുപത്രിയിലെയും അമല മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെയും നഴ്സുമാർ ഇന്ന് നമ്മുടെ ഈ കളക്ടറേറ്റിന് മുമ്പിൽ നിരാഹാരമിരിക്കുകയാണ്.
അതോടൊപ്പം തന്നെ വായ്മൂടി കെട്ടിയിട്ടുള്ള സമരത്തിലും ഏർപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും നഴ്സുമാർ ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഈ രണ്ട് ആശുപത്രികളിൽ സമരം 56 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ജൂബിലി മിഷനിൽ 22 ദിവസമായിട്ട് ഉപവാസ സമരവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ മാനേജ്മെന്റുകൾ ഒരു ചർച്ചയ്ക്ക് പോലും വരാതെ ഈ സമരം നീട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഈ രണ്ട് ആശുപത്രിയിലുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ മറ്റ് ആശുപത്രി മാനേജ്മെന്റുകൾ ചർച്ചയ്ക്ക് വരികയും സമരത്തിനോടനുബന്ധിച്ച് നമ്മൾ ഉന്നയിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഒരു ചർച്ചയിലൂടെ പരിഹരിച്ച് കഴിഞ്ഞ മാസത്തെ ശമ്പളത്തോടൊപ്പം അവർക്ക് മാന്യമായിട്ടുള്ളൊരു ശമ്പള വർധനവ് നൽകുകയുണ്ടായി. എന്നാൽ ജൂബിലി മിഷൻ ആശുപത്രിയിലെയും അമല ആശുപത്രിയിലെയും മാനേജ്മെന്റ് ഇതുവരെയായിട്ടും ഒല്ലൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിയുക്ത ഒല്ലൂർ മണ്ഡലം MLA കെ രാജന് സ്വീകരണം നൽകി. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തന മികവിന്റെ അംഗീകാരമാണ് ഈ വിജയമെന്ന് കെ രാജൻ പറഞ്ഞു. തിരഞ്ഞെടുത്തതിനു ശേഷം വ്യത്യസ്ത ആശയമുള്ളവരെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരെയും മാറ്റി നിർത്താതെ അവരുടെ എല്ലാം കൂടെ കഴിഞ്ഞ 10 വർഷം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇനിയുള്ള 5 വർഷവും മണ്ഡലത്തിലെ എല്ലാവരുടെയും MLA ആയി പ്രവർത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടെന്നും കെ രാജൻ പറഞ്ഞു. ഒല്ലൂർ ശ്രീഭവനം ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ ഒല്ലൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR ഔസേബ്, ജാക്സൺ ജോസ്, മേജർ ജോണി എന്നിവർ സംസാരിച്ചു. പൊതുവിൽ നമ്മളെല്ലാവരും പുറപ്പെട്ട ഒരു ചരിത്രമെന്നതിൽ അവതരിപ്പിക്കാൻ ഇത്തവണ കേരളത്തിലാകെ സുനാമി പോലെ UDF-ന്റെ തരംഗമായി വീശിയപ്പോൾ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഒരു പ്രസ്ഥാനത്തെ നിർത്തിയിട്ട് ജനപ്രതിനിധിയായി വീണ്ടും പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയത്. മാത്രമല്ല 57 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്താൽ 3ാമത്തെ തെരഞ്ഞെടുപ്പ് തുടർച്ചയായിട്ടാണ് ഉപയോഗിക്കുന്ന ചരിത്രത്തിൽ കണ്ടില്ല. ആ ബഹുമതിയും ഈ തെരഞ്ഞെടുപ്പിലൂടെ ലഭ്യമാണ്. ഇതെല്ലാം കൂടുതൽ ഉത്തരവാദിത്വം പ്രവഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഉത്തരവാദിത്വവും ജാഗ്രതയും ഒഴിവിനുള്ള കമ്മിറ്റ്മെന്റും ഏറ്റവും കൂടുതലായി പ്രകടിപ്പിക്കണം എന്നത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നമ്മൾ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സാധാരണഗതിയിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ചെറിയ തലത്തിലുള്ള ഭൂരിപക്ഷമാണെങ്കിലും കേരളത്തിൽ വീണ്ടും വരുമെന്ന പ്രതീക്ഷ ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ട്. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യത്തിന് അധികാരത്തിലുണ്ടാകും. മന്ത്രി തുടർത്തിരിക്കാൻ തയ്യാറില്ല എന്ന കാര്യം നേരത്തെ ഞാൻ അറിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ തന്നെയാണ് പാർട്ടി പൊതുവായിട്ട് ആരംഭിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി പ്രതീക്ഷിച്ച ഒരു വിജയം ഉണ്ടായിരുന്നു മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് രൂപീകരിച്ചതിന് ശേഷം ഏറ്റവും വലിയ സീറ്റുകളോടെ കേരളത്തിലെ നിയമസഭയിൽ ഇരിക്കാൻ ഉത്തരവാദിത്തമാണ് ജനങ്ങളുണ്ടായിരുന്നത്. ഇത്ര വലിയ സുനാമിയുണ്ടായി 35ആയി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം ചിന്തിക്കുന്നു. അതിൽ ഒരു മണ്ഡലമാണ് ജീവിക്കുന്ന അവസരം ഉണ്ടായത്. തീർച്ചയായിട്ടും ഒല്ലൂരിൻ്റെ ജനങ്ങളോട് പറയാനില്ലാത്ത കടപ്പാടാണ് നീക്കി അനുഭവിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന ചുമതല നിർവഹിക്കാൻ കൂടുതൽ സന്നദ്ധമായി പ്രവേശിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ സമരത്തിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ പരമാവധി ശ്രദ്ധയോടുകൂടി നടത്തേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞുപോയ 3 തെരഞ്ഞെടുപ്പുകളിലും നിരവധികളായ വിഷയങ്ങളായിരിക്കും ഏതെങ്കിലും ഒരു എതിർ സ്ഥാനാർത്ഥിയെ ചെറുതായി കാണാനോ ആരോപണം ഉന്നയിക്കാനോ ഒരു തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാക്കുന്നത് ഒരു പകരമായിരിക്കില്ല എന്നാണ് രാഷ്ട്രീയം ഉന്നയിക്കുന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഞാനീ കഴിഞ്ഞ കാര്യങ്ങളിലൊന്നും കാണാത്തത് വ്യക്തിപരമായി
ഒരിക്കലും ശരിയല്ല എന്ന് ഉറപ്പുണ്ടായി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന തലതോറും തെറ്റായ വിധത്തിലോ ആവേശകരമായ വിധത്തിലോ ഒരു പ്രതികരണം നടത്തിയില്ല. ഇനി നടക്കണം എന്നാണ് വ്യക്തിപരമായി തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ എൻ്റെ ചെറിയ കാലത്ത് രാഷ്ട്രീയ ജീവിതം തുറന്ന സ്ഥലം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആരോപണത്തിൽ വിധേയമായ ഒരു ജീവിതം പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനത്തെ തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളതാണ്. യുദ്ധത്തിന്റെ മറവിൽ ഇന്ധനക്ഷാമം വരുത്തി വില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക എന്ന് സുന്ദരൻ കുന്നത്തുള്ളി. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ നടപടികൾ ഉടൻ നിർത്തിവെക്കണം. പ്രധാനമന്ത്രിയുടെ 7 നിർദ്ദേശങ്ങൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി INTUC നേതൃത്വം നൽകിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകും. ഇന്ധന ദൌർലഭ്യത്തിനും വില വർധനവിനുമെതിരെ INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തൃശൂർ CMS സ്കൂളിന് മുൻവശത്ത് നിന്ന് അക്കൌണ്ടന്റ് ജനറൽ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ ആവോക്കാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേരി ജോളി, VA ഷംസുദ്ദീൻ, KK പ്രകാശൻ, TN കൃഷ്ണൻ, AT ജോസ്, KN നാരായണൻ, MR രവീന്ദ്രൻ, സുരേഷ് മമ്പറമ്പിൽ, ഫിലോമിന ജോൺസൺ, ശകുന്തള സജീവ് എന്നിവരും സംസാരിച്ചു. ഈ സമരത്തിൽ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധമായി കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായ AG's ഓഫീസിന് മുന്നിലേക്ക് നമ്മൾ ഈ പ്രകടനം എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രകടനത്തിന് ശേഷം നടക്കുന്ന സമാധാന ധർണയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, സഭയിലാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചെറിയ വാക്കുകളാണെങ്കിലും വൈസ് പ്രസിഡന്റ് ജോൺസൺ സംസാരിച്ചു കഴിഞ്ഞ ആ വിഷയമാണ് ഇന്ന് ഈ സമരത്തിന് ആധാരമായിട്ട് ഉള്ളത്. 10,000-കണക്കിന് സ്ഥാപനങ്ങൾ, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇന്ന് ഗ്യാസിന്റെ അനാവശ്യമായ വർധനവ് മനഃപൂർവ്വമാക്കി ഉണ്ടാക്കിയിട്ടുള്ള യുദ്ധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെന്നും 6 മാസത്തേക്ക് നമുക്ക് പ്രശ്നമില്ലെന്നും പറഞ്ഞിരുന്ന ആളുകൾ പെട്ടെന്ന് വലിയ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. സ്റ്റോക്കൊക്കെ തീർന്നു. 2 ദിവസം മുന്നേ തുടങ്ങിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഭയാനകരമായ വലിയ സംഗതിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ കാണാൻ പോകുന്നത്. മുഴുവൻ വീടുകളിലും അസ്വസ്ഥത പകരാൻ പോവുകയാണ്. ഇത് വാഹനങ്ങൾ ഓടിക്കേണ്ട വർക്ക് ഹോം എന്നാണ് പറയുന്നത്. എല്ലാവരും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക. ഒരു മുന്നറിയിപ്പ് കൂടി പറഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്ത് നമ്മൾ പാലിച്ച അതേ കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് കാണാൻ പോകുന്ന കാര്യം പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഒരു 2 മാസമൊന്നും നീങ്ങൂല. നമ്മൾ പ്രതീക്ഷിക്കുന്നു, വളരെ അറിവുള്ളവർ പറയുന്നു, 2 ആഴ്ചക്കപ്പുറത്തേക്ക്, പരമാവധി 3 ആഴ്ചക്കപ്പുറത്തേക്ക് വലിയ കർശനമായ നടപടികൾ വരാൻ പോവുകയാണ്. വീണ്ടും വിറകിനെ ആശ്രയിക്കേണ്ടി വരും. നമുക്ക് ഗാർഹികമായിട്ടുള്ള ഗ്യാസ് നിൽക്കാൻ പോവുകയാണ്, ഒരു സംശയമില്ല. കടക്കമ്പാടുകളിലേക്ക് കിട്ടുന്നതില്ല. ഹോട്ടലുകളിൽ ചായ കുടിക്കാൻ അവർക്ക് വർധന വരെ നിവൃത്തിയില്ല. അവരെ പണം കൂട്ടുന്നവരെ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പുറത്തിറങ്ങി ഒരു ചായ കിട്ടാനോ എന്തെങ്കിലും വിശക്കുമ്പോൾ ലഘുഭക്ഷണം കഴിക്കാനോ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലേക്ക് ആളുകൾ പോവുകയാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി ദിനത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിലെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. പുത്തൂർ ഇരവിമംഗലത്തെ വസതിയിൽ പുഷ്പാർച്ചനയും ശതാബ്ദി സമ്മേളനവും നിയുക്ത ഒല്ലൂർ MLA അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് അധ്യക്ഷത വഹിച്ചു. നടനും കാരിക്കേച്ചറുമായ ജയരാജ് വാര്യർ, സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ മാസ്റ്റർ, വിജേഷ് എടക്കുന്നി, PI സുരേഷ് കുമാർ, സുനിൽ കുമാർ, സാഹിത്യ അക്കാദമി ഗ്രാമപഞ്ചായത്ത് അംഗം അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്ന ഒരു പൊതു തിരക്കിൽ ഔദ്യോഗികമായി ഇവിടെ ചടങ്ങ് സംഘടിപ്പിക്കാനുള്ള സാധിക്കാറില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ അംഗങ്ങളും ഭരണസമിതിയിലെല്ലാം നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് രാജിവെക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ അക്കാദമിയുടെ നേതൃത്വത്തിലൊരു പരിപാടി ഉണ്ടാകില്ല എന്ന് ഇന്നലെയാണ് യഥാർത്ഥത്തിൽ മനസ്സിലായി. മറ്റൊരു അക്കാദമിയുടെ പരിപാടി തയ്യാറാക്കി തലേന്നാണ് നമ്മളോടൊക്കെ പറയാറുള്ളത് എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകും എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ വളരെ പെട്ടെന്നാണ്
ഇവിടെ പഞ്ചായത്ത് പുഷ്പാർച്ചന ഉൾപ്പെടെയുള്ള ഒരു ചെറിയ ചടങ്ങ് ഇന്ന് നിർബന്ധമായി നടത്തണം എന്നുള്ളത് കൊണ്ട് വളരെ തിരക്ക് പിടിച്ച് ഇങ്ങനെയൊരു പരിപാടി തീരുമാനിച്ചത്. അഴീക്കോട് മാഷക്ക് അനുസ്മരണ യോഗങ്ങളോ സമ്മേളനങ്ങളോ ഒന്നും ഉണ്ടായില്ലെങ്കിലും ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും അഴീക്കോട് മാഷ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാത്ത മലയാളി ഉണ്ടായില്ല. ഞാൻ അഴീക്കോട് മാഷെ അക്കാദമികമായി പരിചയപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. നിരൂപകനോ എഴുത്തുകാരനോ പ്രഭാഷകനോ അക്കാദമിഷ്യനോ അങ്ങനെ തുടങ്ങി മലയാളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ അദ്ദേഹം വഹിച്ച പങ്കും അദ്ദേഹത്തിൻ്റെ സാഹിത്യവും ഇവിടെ ഒരു വിശാലമായിട്ടുള്ള ചർച്ചയ്ക്ക് പറ്റിയ ഒരു സമയമല്ല എന്നുള്ളതുകൊണ്ട് ഞാനത് പ്രതിപാദിക്കുന്നില്ല. ചില കാര്യങ്ങൾ ജയേട്ടൻ ഇവിടെ നിങ്ങളോട് പറയും. എന്നാൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിനകത്ത് ജീവിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരോ സാമൂഹിക പ്രവർത്തകരോ എന്ന നിലയിൽ ഞാൻ മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യം മാഷ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു വലിയ ആശയമാണ്. ഇന്ന് സുധീഷിൻ്റെ ലേഖനം മാതൃഭൂമിയിൽ കണ്ടു. 2 ലേഖനങ്ങൾ മാതൃഭൂമിയുടെ ഡിജിറ്റൽ പേജിൽ വന്നിട്ടുണ്ട്. മാതൃഭൂമി മാത്രമല്ല, മലയാളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിനകത്ത് മാഷുണ്ടായിരുന്നെങ്കിൽ എന്ന് വൈകാരികമായി അടയാളപ്പെടുത്താത്ത ഒരു പരീക്ഷ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. വാടാനപ്പള്ളിയിലെ ഫ്ലെക്സ് വിവാദം CPM ഗൂഢാലോചന പുറത്തായെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. വാടാനപ്പള്ളിയിൽ പാതിരാത്രിക്ക് ബോർഡ് വച്ചതുകൊണ്ട് 102ന്റെ ശോഭ കെടുത്താനോ ഉമ്മൻചാണ്ടിയുടെ ദീപസ്മരണ ഇല്ലാതാക്കാനോ കഴിയില്ല. തൃശൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു അദ്ദേഹം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയാണ് ഇത് കാണിക്കുന്നതെന്ന് ടാജൻ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും ജനമനസ്സുകളിൽ CPMന് സ്ഥാനം നഷ്ടപ്പെട്ടെന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പിസമാണ് പുറത്തു വന്നതെന്നും ഇതിനെ ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല എന്നും അവർ ഉത്തരം പറഞ്ഞ നിലപാട് വ്യക്തമാക്കണമെന്നും പരസ്യമായി പാർട്ടി ഗ്രൂപ്പിൽ പറയണമെങ്കിൽ നേതൃത്വം അറിയാതെ നടക്കില്ല എന്നും പാർട്ടി നേതൃത്വം ഇക്കാര്യം വ്യക്തമാക്കണമെന്നും ജോസഫ് ടാജൻ പറഞ്ഞു. വാടാനപ്പള്ളിയിൽ ഫ്ലക്സ് വെച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പാതിരാത്രിയിൽ ഫ്ലക്സ് വെച്ചതുകൊണ്ട് 102ന്റെ ശോഭ കെടുത്താനോ ഉമ്മൻചാണ്ടി സാറിൻ്റെ ദീപ്തസ്മരണ ഇല്ലാതാക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയുടെ മുഖമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട CPM പ്രവർത്തകനാണ് ഈ കാര്യം ചെയ്തത്. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഷൈന മുഹമ്മദിൻ്റെ ഭർത്താവാണ്. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന് മാത്രമല്ല, അവരുടെ CPMൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ ഓഡിയോ സന്ദേശവും വന്നിട്ടുണ്ട്. അങ്ങനെ പരസ്യമായി പറയണമെന്നുണ്ടെങ്കിൽ ഇത് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് CPMൻ്റെ നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കണം. 10 വർഷത്തെ ഭരണത്തിൽ മനംനൊന്താണ് പിണറായി വിജയൻ്റെ സർക്കാരിനെ ജനമനസ്സുകളിൽ നിന്ന് തള്ളിവിട്ട് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. ഇനിയെങ്കിലും CPM ഇത്തരം കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ CPM പൊടി പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കടന്നുപോകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ CPM നിലപാട് വ്യക്തമാക്കണം. മാത്രമല്ല, ഇത് ഇത്തരത്തിലൊരു ബോർഡ് വെച്ചതിലൂടെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നമ്മളുടെ ശത്രുപക്ഷത്തുള്ള അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാനാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ പറയുന്ന അവരുടെ ഗ്രൂപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓഡിയോയിൽ വരുന്നുണ്ട്, മത്സരിച്ച സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കട്ടെ. സ്വന്തം കണ്ണിലെ മരക്കഷ്ണം നീക്കിയിട്ടാകാം മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നീക്കൽ എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാറ്. നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ഇസാഫിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒല്ലൂക്കര കാളത്തോട് TVM തണൽ ഓർഫനേജിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 150ഓളം അമ്മമാർ പങ്കെടുത്തു. ഡോക്ടർ കൺസൾട്ടേഷനെ കൂടാതെ ബ്ലഡ് പ്രഷർ പരിശോധന, ഷുഗർ, കൊളസ്ട്രോൾ ടെസ്റ്റ് എന്നീ ചെക്കപ്പുകളും നടത്തി. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ
ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയനൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സ്വന്തം കവിതയിൽ സവിശേഷമായ ഒരു കാലഘട്ടം സൃഷ്ടിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ എന്ന K. സച്ചിദാനന്ദൻ. വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച കവിയുടെ 116ാം ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമസ്ത ജീവിതാനുഭവങ്ങളും വൈലോപ്പിള്ളി കവിതയ്ക്ക് വിഷയമായി. പാർശ്വവൽക്കരിക്കപ്പെട്ട അദൃശ്യരായ മനുഷ്യരുടെ അനുഭവങ്ങളെ കവിതയിലേക്ക് ആനയിച്ചു. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഉണ്ടാകേണ്ട സമഗ്രതയുടെ അനിവാര്യതയെ കവിതയിൽ ഊന്നി പറഞ്ഞു. സ്വന്തം കവിതയിൽ വാദിയുടെയും പ്രതിയുടെയും പ്രഥമതയാകുന്നതും മൂന്നാമത് ന്യായാധിപനായി മാറുന്നതും കാണാം. നാടകീയത, അതിനാടകീയത വർജിച്ച അദ്ദേഹം സമചീനമായി ജീവിതത്തെ സമീപിച്ചു. കവിതയിൽ കേരളം നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ലോകത്തെ മുഴുവൻ സങ്കടങ്ങളും സംഘർഷങ്ങളും ആവാഹിച്ചെടുക്കുന്നത് എന്ന ബോധ്യമുണ്ടായിരുന്നു. ഓർമ്മകളുടെ സുഗന്ധം നിറഞ്ഞവയായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ. കവിതയെ സത്യത്തിന്റെ സുന്ദര കലയായി മാറ്റിയെടുത്ത അപൂർവം മലയാള കവികളിൽ ഒരാളായിരുന്നു വൈലോപ്പിള്ളി. കഥാകൃത്തായ N. രാജൻ അനുസ്മരണം നടത്തി. ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് പ്രബന്ധരചനാ മത്സരത്തിൽ വിജയിയായ ഡോക്ടർ TN രശ്മിക്ക് അധ്യക്ഷൻ സമിതി പ്രസിഡന്റ് ഡോക്ടർ PV കൃഷ്ണൻ നായർ പുരസ്കാരം സമ്മാനിച്ചു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, ഡോക്ടർ AN കൃഷ്ണൻ, ഡോക്ടർ T. ശ്രീകുമാർ, ഡോക്ടർ DF ജോൺ ജോഫി എന്നിവരും പ്രസംഗിച്ചു. മുരളി പുറനാട്ടുകര വൈലോപ്പിള്ളി കവിതകളുടെ സംഗീതാവിഷ്കാരം നടത്തി. തെക്കുംകര പഞ്ചായത്തിൽ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റിയും തദ്ദേശ സ്വയംഭരണ വകുപ്പും തമ്മിലുള്ള പടലപ്പിണക്കവും അധികൃതരുടെ അനങ്ങാപ്പാറ നയവുമാണ് കുടിവെള്ള പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു.
മലയോര കാർഷിക പഞ്ചായത്തായ തെക്കുംകരയിൽ 19 വാർഡുകളിലെ 17 വാർഡുകളിലും പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് നിത്യസംഭവമാണ്. അനാവശ്യമായി വെള്ളം പോകുന്നത് മൂലം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ല. കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലെ വാഴാനി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ കൂറ്റൻ പൈപ്പുകളാണ് വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി പൊട്ടുന്നത്. നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചപ്പോൾ തങ്ങളുടെ പരിധിയിൽപ്പെടുന്ന വിഷയമല്ലെന്നും കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ പൈപ്പ് പൊട്ടിയതോടെ ദിനംപ്രതി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പോകുന്നു. പൊട്ടിയ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കുടിവെള്ള വിതരണം സുഗമമായി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുടിവെള്ള പൈപ്പുകൾ നന്നാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ഉടൻ രൂപം നൽകുമെന്ന് നാട്ടുകാർ അറിയിച്ചു. മലാക്ക താമസിക്കുന്ന ഒരു നിവാസിയാണ് ഞാൻ. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഈ മലാക്ക സെൻറ്ററിൽ ദിവസങ്ങളോളമായിട്ട് ഈ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കുടിവെള്ളം കിട്ടാത്ത ഈ സമയങ്ങളിൽ വണ്ടിക്കാണ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇതുപോലെ 24 മണിക്കൂറും വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നാളായിട്ടും അതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് പ്രസിഡന്റ് ഒക്കെ നിൽക്കുന്ന ഒരു വാർഡാണിത്. ഇതുവരെ ഒരു നടപടി അതിനെതിരെ ഉണ്ടായിട്ടില്ല. ഇത് ദിവസങ്ങളോളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം, രാത്രി പകലും. പക്ഷെ അതിന് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. അധികൃതർ പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുക്കാം, അത് അറിയിക്കുകയാണ്. ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൃശൂർ ജില്ലാ 7ാമത് വാർഷിക സമ്മേളനം മെയ് 14 രാവിലെ 10 മണിക്ക് കേരള സംഗീത നാടക അക്കാദമി തിയേറ്ററിൽ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് KM ആന്റണി അധ്യക്ഷത വഹിക്കും. മുഖ്യാതിഥിയായി റിട്ടയർഡ് DGP MGA രാമൻ, PK ലംബോദരൻ നായർ IPS, സംഘടനാ ഭാരവാഹികൾ, ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. വാർത്താ സമ്മേളനത്തിൽ KM ആന്റണി, V ശശികുമാർ, CS ഗോപാലകൃഷ്ണൻ, CN ഗിരിജ വല്ലഭൻ എന്നിവർ പങ്കെടുത്തു. പാണഞ്ചേരി പഞ്ചായത്ത് മാരാക്കൽ വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മലമ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ തടയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് പാണഞ്ചേരി പഞ്ചായത്തിലെ മാരാക്കൽ 20ാം വാർഡിലാണ് തുടക്കം കുറിച്ചത്. പഞ്ചായത്ത് അംഗവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ജോളി ജോർജ് അധ്യക്ഷയായി. വലക്കാവ് ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ KC അഭിലാഷ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓടകൾ വൃത്തിയാക്കുക, വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക, കൊതുക് ഉറവിടങ്ങൾ നശിപ്പിക്കുക, വാർഡ് തലത്തിൽ മാലിന്യ സംസ്കരണം നടത്തുക, വീടുകൾ കയറി അറിയിപ്പുകൾ നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് അടിയന്തര പ്രാധാന്യം നൽകി എലിപ്പനി, ഡെങ്കിപ്പനി, മലമ്പനി രോഗങ്ങളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ KC അഭിലാഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകരായ മാരാക്കൽ സബ് സെന്റർ ഉദ്യോഗസ്ഥർ ലില്ലിക്കുട്ടി, പ്രഭ, ആശാവർക്കർമാരായ ഗ്രേസി, പൊതുപ്രവർത്തകരായ VB ചന്ദ്രൻ, ഷാജി കീരിമുളയിൽ, തങ്കച്ചൻ നിരവത്, നാബിൽ എന്നിവരോടൊപ്പം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രധാനപ്പെട്ടവരും പങ്കെടുത്തു. ഉറവിട നശീകരണം, കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന ടയറുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ നീക്കം ചെയ്യുക, ഓടകളും തോടുകളും അഴുക്കുചാലുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കുക, ഡ്രൈ ഡേ, ആഴ്ചയിലൊരിക്കൽ വീടും പരിസരവും പരിശോധിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഇക്കാര്യങ്ങൾക്ക് വാർഡിലെ എല്ലാവരും നേതൃത്വം നൽകണമെന്ന് ജോളി ജോർജ് പറഞ്ഞു. പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട സാഹചര്യം വളരെ പ്രാധാന്യത്തോടു കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മഴയ്ക്ക് മുമ്പ് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തീരുമാനമെടുത്തത്. ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷമായി ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തത് മൂലം തന്നെ നമ്മുടെയൊക്കെ പ്രദേശത്ത് മഴ പെയ്തു തുടങ്ങുമ്പോൾ തന്നെ പനിയും, ഡെങ്കിപ്പനിയും, എലിപ്പനിയും ഒക്കെ വർദ്ധിച്ച് ആളുകളുടെ ആരോഗ്യസ്ഥിതി അപകടകരമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ്. എലിപ്പനി മൂലം മരണപ്പെട്ട ആളുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ കഴിഞ്ഞ വർഷം 2 or 3 അതിലധികമോ ആളുകൾ എലിപ്പനിയിൽ മരണപ്പെടുന്നു. ഡെങ്കിപ്പനി അപകടകരമായ സാഹചര്യത്തിൽ പടർന്ന് പന്തലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പ്രാവശ്യം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. നമുക്കറിയാം, മഴക്കാലത്തിന് മുമ്പുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലൊക്കെ ആശാവർക്കർമാർ നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ തുറന്നു വിടാൻ പറയുന്നത്,
ചിരട്ട ഉണ്ടെങ്കിൽ ചിരട്ടകൾ കമന്ന് കിടക്കുന്നത്, മലർന്ന് കിടക്കുന്നത്, അങ്ങനെ ചിരട്ടകളൊക്കെ എടുത്തു മാറ്റാൻ പറയുന്നത്, പരിസരങ്ങൾ ശുചീകരിക്കാൻ പറയുന്നതൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു അറിയിപ്പ് നൽകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതൊന്നും ഇല്ലാതെ വന്നപ്പോഴാണ് വ്യാപകമായ പനി മരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. പനി മരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എലിപ്പനി വന്നാലും നമുക്ക് അറിയാൻ പറ്റില്ല. സാധാരണ പനിയാണെന്ന് കരുതി ആളുകൾ ഇരിക്കും. പക്ഷേ 2 ദിവസം കൊണ്ട് ക്രിയാറ്റിൻ കൂടി ആൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന രീതിയിൽ മരണപ്പെട്ട് കഴിഞ്ഞാലാണ് ഇത് എലിപ്പനി ആയിരുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലിറങ്ങിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനു വേണ്ട പ്രതിരോധ മരുന്നുകൾ പോലും കഴിക്കാതെ നമ്മുടെ പ്രദേശത്തെ ആളുകൾ തൊഴിലിന് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെയാണ് ഇത്തരം മരണങ്ങൾക്ക് കാരണം. ഇനിയിപ്പോൾ ഡെങ്കിപ്പനി വന്നാൽ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ കൗണ്ടും പ്ലേറ്റ്ലേറ്റും കുറഞ്ഞ് മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അത് ടെസ്റ്റ് ചെയ്ത് ഡെങ്കിപ്പനിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ പ്ലേറ്റ്ലേറ്റ് കൂട്ടാനും കൗണ്ട് കൂട്ടാനും നമ്മളൊക്കെ നമ്മുടെ പ്രദേശത്ത് പപ്പായ കഴിക്കാനും അല്ലെങ്കിൽ കിവി കഴിക്കാനും അല്ലെങ്കിൽ പ്ലേറ്റ്ലേറ്റിൻ്റെ മരുന്ന് കഴിക്കാനും ഒക്കെ നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പോൾ അപകടകരമായ സാഹചര്യങ്ങൾ മഴക്കാലത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരന്തരം ആളുകളെ ബാധിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അതിനു വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനെടുത്ത ഒരു പ്രധാനപ്പെട്ട സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ശ്രീമതി ജോളി ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ മഴയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ പ്രദേശത്ത് ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 7ാമത് തൃശൂർ ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് കേച്ചേരി മഴുവഞ്ചേരി നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ മെയ് 24 നടക്കും. യോഗാസനത്തെ മത്സര കായിക ഇനമായി പ്രോത്സാഹിപ്പിച്ച് വിദ്യാർത്ഥികളുടെ ശാരീരികക്ഷമത, ഏകാഗ്രത, അച്ചടക്കം, മൂല്യങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് താരങ്ങൾ പങ്കെടുക്കും. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയാണ് പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ KS അനിൽകുമാർ, MA ഷഹാന, അരുൺ KR, ബേബിമോൻ എന്നിവരും പങ്കെടുത്തു. മേലച്ചിറ സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. കരിപ്പക്കുന്ന് മാർ ബെസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ കീഴിലുള്ള ചുവന്നമണ്ണ് മേലച്ചിറ സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. 10, 11 തീയതികളിലായി 10ാം തീയതി വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരവും കുരിശുപള്ളിയിൽ നിന്ന് പ്രദക്ഷിണവും ആരംഭിച്ചു. മേലച്ചിറ പടിഞ്ഞാറ് പന്തലിൽ എത്തി തിരിച്ച് കുരിശുപള്ളിയിലെത്തി സമാപിച്ചു. അതിനുശേഷം ആശീർവാദം, നേർച്ച ഭക്ഷണം, 11ാം തീയതി തിങ്കളാഴ്ച പ്രഭാത സമസ്കാരം, കുർബാന, തുടർന്ന് ദൈവമാതാവിനോട് മധ്യസ്ഥ പ്രാർത്ഥന, പ്രസംഗം, ആശീർവാദം, ലേലം, നേർച്ച ഭക്ഷണം, കൊടിയിറക്ക്, പള്ളി വികാരി ഫാദർ ജോൺ ജോർജ്, കട്ടിലപ്പൂവം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ഗീവർഗീസ് ജേക്കബ്, കമ്മിറ്റി അംഗങ്ങളായ ഷിജോ പി ചാക്കോ, ഷിൻഡോ പൗലോസ്, സാനിയോ ഷാലോ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി,
കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. SSLC പരീക്ഷാ ഫലത്തിൽ വിദ്യാർത്ഥികൾ ആശങ്കയിൽ. വെള്ളിയാഴ്ചയാണ് ഫലം പ്രഖ്യാപിക്കേണ്ടത്. പുതിയ സർക്കാർ അധികാരമേൽക്കാത്തതിനാൽ അവ്യക്തതയാണ്. 2021 ഇതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫലം പ്രഖ്യാപിച്ചത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ്. ഇത്തവണയും അങ്ങനെയാകുമോ എന്ന് വ്യക്തമല്ല. വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകാനായിട്ട് പുതിയ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇല്ല. മൊബൈൽ ഫോണും പണവും കവർച്ച ചെയ്ത 4 സംഘം പിടിയിലായി. ശക്തൻ സ്റ്റാൻഡിനു സമീപം പാലക്കാട് മുടപ്പല്ലൂർ സ്വദേശിയെ ഉപദ്രവിച്ച് മൊബൈൽ ഫോണും പണവും കവർച്ച ചെയ്ത പ്രതികൾ പത്തനാപുരം ചവറുകുന്ന് സ്വദേശി ഷാഹി, കുർക്കഞ്ചേരി വടൂക്കര സ്വദേശി ഏറത്തുപറമ്പിൽ മുഹമ്മദ്, വടൂക്കര AKG നഗർ സ്വദേശി ഷാജഹാൻ, കുറ്റിപ്പുറം കാലടി സ്വദേശി ഷമീർ എന്നിവരെയാണ് ടൗൺ ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. 29-ാം തീയതി ഏപ്രിലായിരുന്നു സംഭവം. പാലക്കാട് മുടപ്പല്ലൂർ സ്വദേശിയെയാണ് ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പ്രതികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചത്. സ്റ്റേഷനിൽ പരാതി ലഭിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അതിനുശേഷമാണ് അറസ്റ്റ്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് കേസിലെ മറ്റൊരു പ്രതി കുറ്റിപ്പുറം കാലടി സ്വദേശി ഷമീറിനെ ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പിടികൂടിയത്. വിവിധ സ്റ്റേഷനുകളിൽ സമാന രീതിയിൽ ഇവർക്കെതിരെ 8ഓളം കേസുകളുണ്ട്. തൃശൂർ ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ ശശിധരന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കിരൺ സി നായർ, സബ് ഇൻസ്പെക്ടർ റജിൻ രാജ്, അനുശ്രുതി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സജീവൻ, ജയകുമാർ, സിവിൽ പോലീസ് ഓഫീസർ അജ്മൽ, സൂരജ്, ധനേഷ്, ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ സിവിൽ പോലീസ് ഓഫീസർ ജോബിൻ, ശ്രീജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു. തൃശൂർ ജില്ലാ ഇന്റർ ക്ലബ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വൈറ്റ് ഫെദേഴ്സ് ഒല്ലൂർ ജേതാക്കൾ. 18ാമത് യോനെക്സ് സൺറൈസ് ഇന്റർ ക്ലബ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരത്തിൽ വൈറ്റ് ഫെദേഴ്സ് ക്ലബ് ഒല്ലൂർ 3-0 TDBPWAയെ പരാജയപ്പെടുത്തിയാണ് ജേതാക്കളായത്. തൃശൂർ ടെന്നീസ് ട്രസ്റ്റിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ മെൻസ് വിഭാഗത്തിൽ ആദിത്യ ജോയൽ സഖ്യം 21-16, 21-17 വിനോയ് വിൻസൻ ഷൈഫുൾ സഖ്യത്തെയും, മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ അബി ക്ലിൻ സഖ്യം 21-13, 21-19 രാകേഷ് ലിജിൽ സഖ്യത്തെയും, തോമസ് രാജു സഖ്യം 21-19, 10-21, 21-12 ജോയ് ജിജോ സഖ്യത്തെയും പരാജയപ്പെടുത്തി. കഴിഞ്ഞ 6 ദിവസമായി വിവിധ ക്ലബ്ബുകളിൽ നടത്തപ്പെട്ട ചാമ്പ്യൻഷിപ്പിൽ 12 ക്ലബ്ബുകൾ പങ്കെടുത്തു. വിജയികൾക്ക് KBSA പ്രസിഡന്റ് EP ചിത്രേഷ് നായർ ട്രോഫികൾ നൽകി. സെക്രട്ടറി ജോയ് PO സ്വാഗതവും കൺവീനർ പീറ്റർ ജോസഫ് നന്ദിയും അറിയിച്ചു. KBSA വൈസ് പ്രസിഡന്റ് ജോസ് സേവ്യർ, ഷാജി MN, ജോയ് K ആന്റണി, ജോഫി ജോസഫ് എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിരമിച്ച ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സേവനം കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തി നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുമെന്ന് നിയുക്ത തൃശൂർ MLA രാജൻ ജെ പല്ലൻ. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് മെയ് 12 നഴ്സസ് ദിനത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ UNA സംഘടനയിൽ ഉൾപ്പെട്ട 1500 നഴ്സുമാരുടെ ഉപവാസ സമരം നടത്തി. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിയുക്ത ഒല്ലൂർ മണ്ഡലം MLA K രാജന് സ്വീകരണം നൽകി. യുദ്ധത്തിന്റെ മറവിൽ ഇന്ധനക്ഷാമം വരുത്തി വില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക എന്ന് സുന്ദരൻ കുന്നത്തുള്ളി. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി ദിനത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിലെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.